ഡൽഹിയിലെ വാട്ടർ ഫൗണ്ടെയിൻ. ഇത് ഓപ്പണായിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു 4 വർഷമോ അത്രാണ്ടായിട്ടുള്ളൂ. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ എയിംസ് ഹോസ്പിറ്റലിൻ്റെ ഏതാണ്ട് തൊട്ടടുത്തായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിൻ്റെ അടിയിലായിട്ട്, മണ്ണിൻ്റെ അടിയിലായിട്ട് വലിയൊരു പമ്പ് റൂം. നമുക്കതിനകത്തേക്ക് കിടക്കാനുള്ള അനുവാദമില്ല, അത് പൂട്ടിയിട്ടേക്കാണ്. ഈ പമ്പ് റൂമിൻ്റെ നേരെ മേളിലാണ് ഈ ഒരു ഫൗണ്ടെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ ഏറ്റവും നടുക്കായിട്ട് ഒരു തടാകം പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടുന്ന് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റെപ്സ് വഴി വെള്ളം താഴത്തേക്ക് ഒഴുക്കുന്നു. ഈ വെള്ളം വീണ്ടും ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് മേളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ലൊരു രസമാണ് കാണാനായിട്ട്. ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഡൽഹിയിൽ താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഈ പാർക്കിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാർക്കിൽ പോകണം. അതുപോലെ തന്നെ ഡൽഹി കാണാനായിട്ട് പോകുന്നവർ, നിങ്ങൾ കുത്തബ് മിനാറൊക്കെ കാണാനായിട്ട് പോകണ ആ റൂട്ട് തന്നെയാണിത്. അപ്പോൾ പറ്റുമെങ്കിൽ ഈ പാർക്കിലും ഒന്ന് ഇറങ്ങുക, കാണുക. പൈസയൊന്നും കൊടുക്കണ്ട, ഒരു ഓപ്പൺ പാർക്കാണിത്. ടൈല് വിരിച്ച സ്റ്റെപ്സാണ്. നടക്കുമ്പോൾ സൂക്ഷിക്കുക, തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ആ ഒരു തടാകം പോലെയുള്ള ഭാഗം, അവിടെയൊക്കെ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ അകത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് അറിയില്ല. എവിടെയെങ്കിലും കാല് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടായിരിക്കും. പക്ഷെ അതിൻ്റെ മേളിൽ വരെ നമുക്ക് പോവാട്ടോ. ചുറ്റും നടക്കാം, ഫോട്ടോ എടുക്കാം, വീഡിയോ പിടിക്കാം. പ്രത്യേകിച്ച് എന്താണ് ഇതിനകത്ത് കാണാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ മഹാസംഭവമൊന്നുമില്ല. ഒരു നേരം പോക്ക്, ഒരു രസം, ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ പോയിരിക്കാം, കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ പാർക്ക്. എനിക്ക് തോന്നുന്നത് ഇതിലെ പാസ് ചെയ്തു പോകുന്ന യാത്രക്കാരെക്കാളും കൂടുതലായിട്ട് ഈ ഒരു പാർക്ക് പ്രയോജനപ്പെടുത്തുന്നത് ഈ കാണുന്ന ഫ്ലാറ്റുകൾ കണ്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകളുണ്ട് ചുറ്റും. അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ വന്നിരിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള എയിംസ് ആശുപത്രി ഇവിടെ തൊട്ടടുത്താണ്. അതേപോലെ തന്നെ എയിംസിൻ്റെ നേരെ എതിർവശം പൊള്ളൽ ചികിത്സയ്ക്ക് പേര് കേട്ട വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു ആശുപത്രിയുണ്ട്, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ. 100 കണക്കിന് ആളുകൾ ഡെയിലി വന്നു പോകുന്ന വളരെ തിരക്കേറിയ ആശുപത്രികളാണ് ഇത് രണ്ടും. അവിടെ വരുന്ന ആളുകൾക്കും ഇവിടെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാം. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാനീ പറയുന്നത് പോലെയുള്ള തിരക്കൊന്നും ഈ പാർക്കിൽ, ഈ വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം ഒരു 4 വർഷം മുമ്പാണ് ഈ ഒരു പാർക്ക് അവിടെ ഓപ്പൺ ആവണത്. അന്ന് ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോയാണിത്. മാത്രമല്ല അന്ന് ആളുകൾ ഈ പാർക്കിനെ കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആയിരിക്കും. മാത്രമല്ല മറ്റൊരു കാര്യം, അന്ന് അവിടെ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു ബോർഡോ, അതായത് ഇന്ന പാർക്ക്, ഈ പാർക്കിനൊരു പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും തന്നെ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഒഫീഷ്യൽ പേരൊക്കെ വെച്ചിട്ടുള്ളൊരു പാർക്കായിരിക്കില്ല ഇവർ അവിടെ ഉദ്ദേശിച്ചത്. കാരണം ഡൽഹിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, പബ്ലിക് റോഡിൻ്റെ സൈഡിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഓപ്പൺ പാർക്കുകൾ ഉണ്ടാവും. പൊതുജനങ്ങൾക്ക് പോയി ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനും ഒന്ന് കിടന്നുറങ്ങാനും ഒക്കെ ആയിട്ട് അവിടെ ഇതുപോലെ പാർക്കുകളുണ്ട്. മാത്രമല്ല ജിംനേഷ്യം പല സ്ഥലങ്ങളിലും കാണാം. ഫ്രീ ആയിട്ട് നമുക്ക് പോയിട്ട് അത്യാവശ്യം എക്സർസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ എയർ ജിംനേഷ്യത്തോട് കൂടിയ ചെറിയ പാർക്കുകൾ. അതായത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന്, തൊട്ടപ്പുറത്ത് അണ്ണാൻ പ്രാവുകൾ, വേണമെങ്കിൽ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ കണ്ട് നല്ല രസമായിട്ട് നല്ലൊരു ആംബിയൻസിൽ നമുക്ക് വ്യായാമം ചെയ്യാം. അപ്പോൾ അതേപോലെയുള്ളൊരു പാർക്കായിരിക്കണം ഇത്. അതുകൊണ്ടായിരിക്കും പ്രത്യേകിച്ചൊരു പേരില്ലാത്ത. പിന്നെ ആ സമയത്ത് ഞാൻ കേട്ട, അവിടെയുള്ള ആളുകൾ പറഞ്ഞു കേട്ടൊരു പേരുണ്ട്, സ്പേം പാർക്ക്. അതായത് ഈ കാണുന്ന ആ സംഭവമില്ലേ, അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നിയ ഒരു പേരായിരിക്കാം സ്പേം പാർക്ക്. എനിവേ, ഈ 2025 ഈ പാർക്ക് അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വന്നോ, അതുപോലെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഒരു പേര്, ഒരു ബോർഡ് അവിടെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ഇപ്പോൾ ഡൽഹിയിലല്ല. പിന്നെ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാർക്കിലേക്ക് വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ലായ്മ. വളരെ തിരക്കേറിയ നഗരത്തിൻ്റെ ഒത്ത നടുക്കാണ് ഈ ഒരു പാർക്ക്. കുറച്ച് വണ്ടികൾക്കൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിടാം. അല്ലാതെ പ്രത്യേകിച്ചൊരു പാർക്കിംഗ് ഏരിയ അവിടെ ഇല്ലായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഈ പാർക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് എനിക്കും ഒരു ഗുണം, കാണുന്ന മറ്റുള്ളവർക്കും ഒരു അറിവ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം.